സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 100 ചോദ്യങ്ങളടങ്ങിയ മറ്റൊരു റിവിഷൻ മോക്ക് ടെസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ KM മുൻഷിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി KM മുൻഷി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ധനകാര്യ ബിൽ പരമാവധി എത്ര ദിവസം വരെ രാജ്യസഭയുടെ കൈവശം വയ്ക്കാൻ സാധിക്കും? ഓപ്ഷൻ സി, പരമാവധി 14 ദിവസം വരെ മാത്രമാണ് ധനകാര്യ ബില്ല് രാജ്യസഭയുടെ കൈവശം വയ്ക്കാൻ സാധിക്കുക, പരമാവധി 14 ദിവസം വരെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതായിരുന്നു? ഓപ്ഷൻ ബി, മംഗളോദയമായിരുന്നു. യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്നു മംഗളോദയം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ഓപ്ഷൻ സി, ഡോക്ടർ പൽപ്പു ആണ്. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കാഞ്ചൻജംഗ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത ആര്? ഓപ്ഷൻ സി, ചിന്നമ്മ ജോൺ ആണ്. കാഞ്ചൻജംഗ കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത ചിന്നമ്മ ജോൺ. ആറാമത്തെ ക്വസ്റ്റ്യൻ, 1912 നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി, അയ്യങ്കാളിയാണ്. 1912 നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2019 100ാം വാർഷികം ആചരിച്ച സ്വാതന്ത്ര്യ സമര ചരിത്ര സംഭവം ഏത്? ഓപ്ഷൻ എ, ജാലിയൻ വാലാബാഗ് സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2019 നാം ആചരിച്ചത്. ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത് 1919. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ച വർഷമേത്? ഓപ്ഷൻ ഡി, 2002 ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ച വർഷം 2002. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബ്രോങ്കൈറ്റിസ് രോഗം ബാധിക്കുന്നത്? ഓപ്ഷൻ സി, ശ്വാസകോശത്തെയാണ് ബ്രോങ്കൈറ്റിസ് രോഗം ബാധിക്കുന്നത്, ശ്വാസകോശത്തെ. പത്താമത്തെ ക്വസ്റ്റ്യൻ, കളിമണ്ണിൽ സമൃദ്ധമായുള്ളത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ്? ഓപ്ഷൻ എ, അലൂമിനിയത്തിൻ്റെ സാന്നിധ്യമാണ്. കളിമണ്ണിൽ സമൃദ്ധമായുള്ളത് അലൂമിനിയത്തിൻ്റെ സാന്നിധ്യം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തവാങ് ബുദ്ധവിഹാരം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി, അരുണാചൽ പ്രദേശിലാണ് തവാങ് ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത്, അരുണാചൽ പ്രദേശിൽ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ബി, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷകൾ എത്രയെണ്ണം? ഓപ്ഷൻ ഡി, 22 ഭാഷകളാണ്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷകളുടെ എണ്ണമാണ് 22. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റാണ പ്രതാപ് സാഗർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി, രാജസ്ഥാനിലാണ് റാണ പ്രതാപ് സാഗർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്, രാജസ്ഥാൻ സംസ്ഥാനത്ത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദി പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം എഴുതിയതാര്? ഓപ്ഷൻ എ, ശശി തരൂരാണ്. ദി പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ശശി തരൂർ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
സൂററ്റിന് ശേഷം ഫ്രഞ്ചുകാർ അവരുടെ രണ്ടാമത്തെ ഫാക്ടറി സ്ഥാപിച്ചതെവിടെ? ഓപ്ഷൻ ബി മസൂലി പട്ടണത്താണ്. സൂററ്റിന് ശേഷം ഫ്രഞ്ചുകാർ അവരുടെ രണ്ടാമത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്ത്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ലാലാ ലജ്പത് റായ് ലാഹോറിൽ ആരംഭിച്ച ബാങ്ക് ഏത്? ഓപ്ഷൻ എ പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ലാലാ ലജ്പത് റായ് ലാഹോറിൽ ആരംഭിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ഏറ്റവും അധികം ജൈനമതക്കാരുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജൈനമതക്കാരുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി സിമൂർ ക്രേ ആണ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിമൂർ ക്രേ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡൽഹിയെ ദേശീയ തലസ്ഥാന പ്രദേശമായി പ്രഖ്യാപിച്ച ഭരണഘടന ഭേദഗതി ഏത്? ഓപ്ഷൻ സി 69ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഡൽഹിയെ ദേശീയ തലസ്ഥാന പ്രദേശമായിട്ട് പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 69ാം ഭേദഗതി. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി ആര്? ഓപ്ഷൻ ബി പനമ്പിള്ളി ഗോവിന്ദമേനോൻ ആയിരുന്നു. തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ന്യൂഡൽഹിയിലാണ്. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ എത്ര ശതമാനം കാണാൻ സാധിക്കും? ഓപ്ഷൻ ബി 59%. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ 59%മാണ് നമുക്ക് കാണാൻ സാധിക്കുക. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട ഭരണഘടകം ഏത്? ഓപ്ഷൻ ഡി സിക്കിമാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട ഭരണഘടകമാണ് സിക്കിം. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ലോയിഡ് ജോർജ് ആയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ലോയിഡ് ജോർജ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 8 ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതാര്? ഓപ്ഷൻ ഡി റിച്ചാർഡ് ആറ്റൻബറോയാണ്. 8 ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബറോ. 27ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി തിരുവനന്തപുരത്താണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? ഓപ്ഷൻ ബി കമൽജിത്ത് സന്ധു ആണ്. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കമൽജിത്ത് സന്ധു. 29ാമത്തെ ക്വസ്റ്റ്യൻ. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമേത്? ഓപ്ഷൻ എ അരുണാചൽ പ്രദേശാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഡി പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. 31ാമത്തെ ക്വസ്റ്റ്യൻ. പ്രഥമ അന്തർദേശീയ ഡാം സുരക്ഷാ ഉച്ചകോടിക്ക് വേദിയായ സ്ഥലമേത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. പ്രഥമ അന്തർദേശീയ ഡാം സുരക്ഷാ ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം തിരുവനന്തപുരം.
32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സസ്യകോശങ്ങളിൽ കാണപ്പെടാത്ത കോശാംഗം ഏത്? ഓപ്ഷൻ ബി ലൈസോസോം ആണ്. സസ്യകോശങ്ങളിൽ കാണപ്പെടാത്ത കോശാംഗം താഴെ പറയുന്നവയിൽ ലൈസോസോം. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എയ്ഡ്സ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. പ്രവിശ്യകളിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആയിരുന്നു. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബീമർ എന്ന പദം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബീമർ എന്ന പദം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി KCS പണിക്കറാണ്. കേരളത്തിൽ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് KCS പണിക്കർ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രണ്ടാമത്തെ രാജ്യം ഏത്? ഓപ്ഷൻ എ ചൈനയുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രണ്ടാമത്തെ രാജ്യമാണ് ചൈന ആഫ്റ്റർ ബംഗ്ലാദേശ്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ രാജ്യത്തെ ആദ്യ ജയിൽ ഏത്? ഓപ്ഷൻ ഡി തീഹാർ ജയിലാണ്. സ്വന്തമായിട്ട് റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ രാജ്യത്തെ ആദ്യ ജയിലാണ് തീഹാർ ജയിൽ. 39ാമത്തെ ക്വസ്റ്റ്യൻ. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിൻ്റെ യുഗപ്പിറവി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ സി ആചാര്യ വിനോബ ഭാവെയാണ്. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിൻ്റെ യുഗപ്പിറവി എന്ന് വിശേഷിപ്പിച്ചത് ആചാര്യ വിനോബ ഭാവെ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏതു മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇന്ത്യയുടെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഉള്ളത്? ഓപ്ഷൻ സി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. ഇന്ത്യയുടെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ സി കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് കൊൽക്കത്തയിൽ. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ ഏതു മാസികയുടെ ആപ്തവാക്യമായിരുന്നു? ഓപ്ഷൻ സി യുക്തിവാദി മാസികയുടെ ആപ്തവാക്യമായിരുന്നു. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതെ ഇല്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നത് യുക്തിവാദിയുടെ ആപ്തവാക്യമായിരുന്നു. 44ാമത്തെ ക്വസ്റ്റ്യൻ. നാഥുല ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി സിക്കിം സംസ്ഥാനത്തിലാണ് നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത്, സിക്കിമിൽ. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സൂര്യൻ്റെ അരുമ, ഭൂമിയുടെ ഇരട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹമേത്? ഓപ്ഷൻ ബി ശുക്രനാണ്. സൂര്യൻ്റെ അരുമ, ഭൂമിയുടെ ഇരട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. 46ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏത്? ഓപ്ഷൻ സി കുറുവ ദ്വീപാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് കുറുവ ദ്വീപ്. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തി ആര്? ഓപ്ഷൻ എ ലൂയിസ് വാഷ്കാൻസ്കിയാണ്. ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ലോകത്ത് വിധേയനായ വ്യക്തിയാണ് ലൂയിസ് വാഷ്കാൻസ്കി. 48ാമത്തെ ക്വസ്റ്റ്യൻ. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ലാഹോറിലാണ്. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിൽ. 49ാമത്തെ ക്വസ്റ്റ്യൻ. വിമോചന സമരം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ ബി പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. വിമോചന സമരം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ ഡി ഡെങ്കിപ്പനിയാണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗമാണ് ഡെങ്കിപ്പനി. 51ാമത്തെ ക്വസ്റ്റ്യൻ. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? ഓപ്ഷൻ ബി വ്യാഴമാണ്. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹമാണ് വ്യാഴം. 52ാമത്തെ ക്വസ്റ്റ്യൻ. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാളാണ്. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സൂര്യതാപനത്തിന് കാരണമാകുന്ന വികിരണം ഏത്? ഓപ്ഷൻ ഡി അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. സൂര്യതാപനത്തിന് കാരണമാകുന്ന വികിരണമാണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ. 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി കുമരകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് കുമരകം വിനോദസഞ്ചാര കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തിൻ്റെ പ്രധാന അയിരാണ് വൂൾഫ്രമൈറ്റ്? ഓപ്ഷൻ ബി ടങ്സ്റ്റൻ്റെ പ്രധാന അയിരാണ് വൂൾഫ്രമൈറ്റ്. ടങ്സ്റ്റൻ്റെ പ്രധാന അയിരാണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കല്ലുമാല സമരം നടന്ന സ്ഥലമേത്? ഓപ്ഷൻ ബി പെരിനാടാണ്. കല്ലുമാല സമരം നടന്ന സ്ഥലമാണ് പെരിനാട്. പെരിനാട് ലഹള. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് ലിപിയിലാണ് ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ദേവനാഗരി ലിപിയിലാണ് ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് ദേവനാഗരി ലിപിയിൽ. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത്? ഓപ്ഷൻ ഡി വയനാടാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. 59ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ആദ്യ മലയാളി ആര്? ഓപ്ഷൻ ഡി കെ ജി ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് കെ ജി ബാലകൃഷ്ണൻ. 60ാമത്തെ ക്വസ്റ്റ്യൻ. കൃഷിയും ഗ്രാമവികസനവും പ്രധാന ലക്ഷ്യമാക്കി ഇന്ത്യയിൽ നബാർഡ് സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻ സി 1982 ഇന്ത്യയിൽ നബാർഡ് സ്ഥാപിതമായത്. 1982. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏത്? ഓപ്ഷൻ സി വാഗൺ ട്രാജഡിയാണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവമാണ് വാഗൺ ട്രാജഡി. 62ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേത്? ഓപ്ഷൻ സി ചെങ്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. 63ാമത്തെ ക്വസ്റ്റ്യൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര്?
ഓപ്ഷൻ ഡി വി പി മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളിയാണ് വി പി മേനോൻ. 64-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ സമ്പർക്ക ബലം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ വൈദ്യുത കാന്തിക ബലമാണ് താഴെ പറയുന്നവയിൽ സമ്പർക്ക ബലം അല്ലാത്തത് വൈദ്യുത കാന്തിക ബലം. 65-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1898 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1898. 66-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സുബ്ബരായൻ എന്ന യഥാർത്ഥ നാമം ഉണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ സി തൈക്കാട് അയ്യാവായിരുന്നു. സുബ്ബരായൻ എന്ന യഥാർത്ഥ നാമം ഉണ്ടായിരുന്ന കേരള സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യാവ്. 67-ാമത്തെ ക്വസ്റ്റ്യൻ. മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമേത്? ഓപ്ഷൻ സി 1897 മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് 1897. 68-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരമേത്? ഓപ്ഷൻ ബി ജംഷഡ്പൂരാണ്. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരമാണ് ജംഷഡ്പൂർ. 69-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലമേത്? ഓപ്ഷൻ ഡി 1966 മുതൽ 1969 വരെയുള്ള കാലമാണ് ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലമാണ് 1966 ടു 1969. 70-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പേരമ്പാടി ചുരം കേരളത്തിലെ ഏത് ജില്ലയെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ സി കണ്ണൂർ ജില്ലയെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. കണ്ണൂർ ജില്ലയെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്നു. 71-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 72-ാമത്തെ ക്വസ്റ്റ്യൻ. 1948 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി എസ് കെ ധർ ആയിരുന്നു. 1948 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു എസ് കെ ധർ. 73-ാമത്തെ ക്വസ്റ്റ്യൻ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്? ഓപ്ഷൻ ഡി അഡ്ഹിഷൻ ബലം എന്നതാണ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. 74-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മുരാട് പുഴ എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ ബി കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിൽ മുരാട് പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ. 75-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി റംസെ മക്ഡൊണാൾഡ് ആയിരുന്നു. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു റംസെ മക്ഡൊണാൾഡ്. 76-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏതാണ്? ഓപ്ഷൻ ബി സർദാർ സരോവർ ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ ഡാം. 77-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്? ഓപ്ഷൻ ബി രണ്ടാമത് കേരള സന്ദർശനത്തിലാണ്. ഗാന്ധിജിയുടെ രണ്ടാമത് കേരള സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. 78-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷമേത്?
ഓപ്ഷൻ ബി 1923 സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷമാണ് 1923. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ആഗമാനന്ദ സ്വാമികളാണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആഗമാനന്ദ സ്വാമികൾ. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യരിലും മൃഗങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? ഓപ്ഷൻ സി കാൽസ്യമാണ്. മനുഷ്യരിലും മൃഗങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം. 81ാമത്തെ ക്വസ്റ്റ്യൻ. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി സ്വദേശി പ്രസ്ഥാനമാണ്. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 82ാമത്തെ ക്വസ്റ്റ്യൻ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ സി ഹെപ്പാരിനാണ്. രക്തം കട്ടപിടിക്കുന്നത്, രക്തക്കൊഴുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. 83ാമത്തെ ക്വസ്റ്റ്യൻ. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ ബി 22ാം അനുച്ഛേദമാണ്. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് 22ാം അനുച്ഛേദം. 84ാമത്തെ ക്വസ്റ്റ്യൻ. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ മേഘദൂതാണ്. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ മേഘദൂത്. 85ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല ഏത്? ഓപ്ഷൻ സി മജുലിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയാണ് മജുലി. 86ാമത്തെ ക്വസ്റ്റ്യൻ. ശരത് അരവിന്ദ് ബോബ്ഡെ എത്രാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്? ഓപ്ഷൻ സി 47ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശരത് അരവിന്ദ് ബോബ്ഡെ 47ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ബി മിഷൻ ശക്തി എന്നതാണ്. ഇന്ത്യയുടെ ഉപഗ്രഹ വേധ മിസൈൽ പരീക്ഷണ ദൗത്യത്തിൻ്റെ പേരാണ് മിഷൻ ശക്തി. 88ാമത്തെ ക്വസ്റ്റ്യൻ. നൽ സരോവർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ എ ഗുജറാത്തിലാണ്. നൽ സരോവർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്ത്. 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര ഏത്? ഓപ്ഷൻ എ കാരക്കോറം പർവ്വതനിരകളാണ്. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം പർവ്വതനിരകൾ. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അസിർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര ഏത്? ഓപ്ഷൻ ഡി സാത്പുര മലനിരകളിലാണ് അസിർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്നത്. സാത്പുര പർവ്വത നിരകളിൽ. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമേത്? ഓപ്ഷൻ ഡി പയ്യന്നൂരാണ്. കേരളത്തിൽ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. 92ാമത്തെ ക്വസ്റ്റ്യൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ സി താന്തിയ തോപ്പി ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവായിരുന്നു താന്തിയ തോപ്പി. 93ാമത്തെ ക്വസ്റ്റ്യൻ. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേരെന്ത്? ഓപ്ഷൻ സി സാങ്പോ എന്നതാണ്. ടിബറ്റിൽ അല്ലെങ്കിൽ ചൈനയിൽ ബ്രഹ്മപുത്രയുടെ പേരാണ് സാങ്പോ. 94ാമത്തെ ക്വസ്റ്റ്യൻ. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമല്ലാത്ത വന്യജീവി സങ്കേതം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ
ചിമ്മിണി വന്യജീവി സങ്കേതമാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമല്ലാത്ത വന്യജീവി സങ്കേതമാണ് താഴെ പറയുന്നവയിൽ ചിമ്മിണി വന്യജീവി സങ്കേതം. 95-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയേത്? ഓപ്ഷൻ ബി ഹിമാചലാണ്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ. 96-ാമത്തെ ക്വസ്റ്റ്യൻ. കബനി നദിയുടെ തീരത്തുള്ള ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻ എ നാഗർഹോൾ ദേശീയോദ്യാനമാണ്. കബനി നദിയുടെ തീരത്തുള്ള ദേശീയോദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം. 97-ാമത്തെ ക്വസ്റ്റ്യൻ. ഇടുക്കി പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന കേരളത്തിലെ നദി ഏത്? ഓപ്ഷൻ ഡി പമ്പാ നദിയാണ്. ഇടുക്കി പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന കേരളത്തിലെ നദിയാണ് പമ്പ നദി. 98-ാമത്തെ ക്വസ്റ്റ്യൻ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? ഓപ്ഷൻ സി കബനി നദിയാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി നദി. 99-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ ആദ്യ അണുപരീക്ഷണം നടത്തിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ പൊഖ്രാനിലാണ്. ഇന്ത്യ അണുപരീക്ഷണം നടത്തുന്ന സ്ഥലമാണ് പൊഖ്രാൻ. 100-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ ഡി ദയാറാം സാഹ്നിയാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹ്നി. ഓക്കെ ഫ്രണ്ട്സ്,